stop manifesting people back into your life. It won't work like that, guys. Let me explain this. So നിങ്ങൾ പല ആളുകളും ഈ സമയം ചെയ്യുന്ന കാര്യമായിരിക്കാം, പല ആളുകളും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, ചെയ്യാൻ പ്ലാനുള്ള കാര്യമായിരിക്കാം അല്ലേ. നിങ്ങൾ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ, ലൈഫിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾ പല പല വഴികളും ചെയ്യുന്നുണ്ടായിരിക്കണം ചില ആളുകൾ അല്ലേ. ബട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ് ഗൈസ്. ഇത് നിങ്ങൾ ശരിക്കും കേൾക്കുക. ആൻഡ് ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്ത് വളരെ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആളുകളെ തിരിച്ച് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി യെസ്, നിങ്ങൾ പല പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം കിടക്കുന്ന സമയത്ത് തന്നെ അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും റൈറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, റൈറ്റ്. സോ നിങ്ങൾ പ്രിപ്പയർഡ് അല്ലാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടൊരു കാര്യം ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് മേ ബി വരുമായിരിക്കാം, വരാതിരിക്കാം. പക്ഷെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി അത് കാണിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കണക്ട് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. സോ നിങ്ങളത് വീണ്ടും അട്രാക്റ്റ് ചെയ്യും, സിറ്റുവേഷൻ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ പല പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ, ഓക്കെ. സോ ഡെഫിനറ്റ്ലി ആളുകളെ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഫോർ ഷുവർ. നിങ്ങൾ അങ്ങനെ ആളുകളെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി എനിക്ക് വേണം, ഈ വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കായിരിക്കാം. പക്ഷേ അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ റൈറ്റ് ടൈം അല്ല, നിങ്ങളുടെ ഒരു റൈറ്റ് കാര്യമല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഒരു കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, സോ ഞാൻ കർമ്മ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. കർമ്മ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ ചിന്തകളും ഫീലിങ്സും ഇമോഷൻസും ആക്ഷൻസും ഒക്കെ കർമ്മയാണ്. സോ അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക അല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യുക? നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് ഹീൽ ചെയ്ത് റീകണക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ അത് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ചില ബന്ധങ്ങൾ നമുക്ക് അത്രയും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അത് ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഏത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ചില ആളുകളുടെ ബന്ധം നമ്മൾ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ. സോ യെസ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഹീൽ ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ലൊരു പേർപ്പസിലേക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങളുടെ ചിന്താഗതിയിൽ അതുപോലുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് കാണുന്ന ചിന്താഗതിയിലും രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം കൂടിയാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. സോ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത്, അവിടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് നമുക്കത് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ. നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ആക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം ആ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ ലൈഫിൽ നിലനിർത്താൻ വേണ്ടി അല്ലേ. അതൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റം വരാത്തൊരു സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടാവുക. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവരെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ലൈഫിൽ നിലനിർത്തണം എന്നൊക്കെ തോന്നുക അല്ലേ. നമ്മുടെ എഫേർട്ട്, നമ്മുടെ ആക്ഷൻ, നമ്മുടെ സ്നേഹം ഒക്കെ കൊടുത്തിട്ടും മാറ്റമില്ലാത്തൊരു സ്ഥലമാണ് അത്, മാറ്റമില്ലാത്തൊരു റിലേഷൻഷിപ്പാണ്, മാറ്റമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ആ ഒരു മാറ്റം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ആ വ്യക്തിയുടെ ഡിസിഷൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. മേ ബി അവർ പല പല റീസൺസ് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വലി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതായിരിക്കാം അല്ലേ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, എന്ത് സാഹചര്യം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾ വന്ന് നിൽക്കേണ്ടി വരുന്നതെങ്കിൽ പോലും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മാറ്റത്തിൽ നിങ്ങൾ പേടിക്കാതിരിക്കുക, ആ മാറ്റം ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി അത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതൊക്കെ ഒന്ന് യൂസ്ഡ് ആവാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പാനിക് ആവും. സോ കുറച്ച് സമയം കൊടുക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ കുറേ സമയം കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തു, മാറ്റം ആക്സെപ്റ്റ് ചെയ്തിട്ടും ഇപ്പോഴും ഉണ്ടാവും നമുക്കൊരു പെയിൻ അല്ലേ, ഒരു മിസ്സിങ് ഓർ എന്താ പറയുക, ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടാവും ലൈഫിൽ അല്ലേ. ചില കണക്ഷൻസ് ഉണ്ടാവും, ആളുകൾ ഉണ്ടാവും.
ഇങ്ങനത്തെ പ്ലേസിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നമ്മൾ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നിങ്ങൾ ചില കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇതുപോലെ ലൈഫിൽ കാര്യങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യേണ്ട, സമാധാനമായിട്ടിരിക്കുക, കാര്യങ്ങൾ വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കുക. സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പാനിക് ആവും, ആങ്സൈറ്റി ഉണ്ടാവും, നമ്മുടെ ഹെൽത്തും ഒക്കെ എഫക്റ്റ് ചെയ്യും. ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ. സോ ആദ്യം ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് വളരെ അടുപ്പം തോന്നിയിട്ടുള്ള ആളുകൾ അല്ലേ. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആ ഒരു ടൈമിലാണ് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അല്ലെ. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അത് മേ ബി 1 മുതൽ 10 വരെ നമ്മളുടെ കൂടെയുള്ള സൗഹൃദങ്ങളായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ആ ഒരു സമയത്തേക്ക് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയുന്ന സമയത്ത് അന്നത്തെ ഒരു സെപ്പറേഷൻ്റെ ഒരു പെയിൻ നിങ്ങൾക്ക് അറിയില്ലേ അല്ലെ. അതോട് കൂടിയിട്ടില്ല, അവരൊന്നും കാണാൻ സാധിക്കില്ല, അവർക്ക് നഷ്ടമായിട്ട് പോവോ എന്ന് വിചാരിച്ച് അത്ര വേർപിരിയലിന്റെ അത്ര വേദന മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് വിട്ട് കളഞ്ഞ് പോകുന്ന സമയത്ത് ഇപ്പോഴും ഇല്ലേ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ ലൈഫിൽ അല്ലെ. നിങ്ങളുടെ ചില ആളുകൾ വളരെ ഉറ്റ സുഹൃത്ത് അവരായിരിക്കും അല്ലെ. അന്നത്തെ ഒരു വേർപാട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, ഇല്ലാതാക്കിയിട്ടുണ്ടോ, അകറ്റിക്കളഞ്ഞിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്, നിൽക്കേണ്ടത്, അത് വരും. അത് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട, കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില സെപ്പറേഷൻ കുറച്ച് സമയത്തേക്കുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ളതാണ്. ചിലത് നമ്മുടെ ലൈഫിൽ വേണ്ടാത്തതാണ്. സോ നിങ്ങളുടെ സ്നേഹം, ടൈം, എഫേർട്ട്, ആക്ഷൻ, എനർജി ഇതൊന്നും ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്ത് മാറി നിൽക്കുക. വേദന ഉണ്ടാവും. അങ്ങനത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇനി എന്താണ്, ഒന്നുകിൽ അത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാനുള്ളൊരു ടൈം അല്ലെങ്കിൽ ഹീൽ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലേ. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടായിരിക്കാം ഈ ഒരു സമയം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ. സോ നമ്മളൊരു ക്യുക്കായിട്ടുള്ളൊരു മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ചില റിലേഷൻഷിപ്പ് ഹീൽ ആൻഡ് റീകണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, മനസ്സിലാക്കുക ഇതൊക്കെ നമുക്കൊരു ഫിസിക്കൽ സെപ്പറേഷൻ ആണ്. ഓക്കെ, ഫിസിക്കാലിറ്റിയിൽ നമുക്കതില്ല, ബട്ട് എനർജറ്റിക്കലി നമ്മളെപ്പോഴും ഓരോ ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ്. ചില സെപ്പറേഷൻ നമുക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു പ്ലേസിൽ അവരുടെ സമീപ്യം നമ്മുടെ ലൈഫിൽ വേണ്ട, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ വേണ്ടായിരിക്കാം. റൈറ്റ്, അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആയിട്ടാണ് ഡീൽ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ, നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. സോ ആ ഒരു മാറ്റം വരുന്ന സമയത്ത് അതിനർത്ഥം എല്ലാം കൂടെ എൻഡാവുക എന്നുള്ളതല്ല. എൻഡാവാം, അതിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഒറ്റ തിരിച്ചറിവ് മതി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ. നാച്ചുറലി നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ, ഹീൽ ചെയ്യാൻ, ആ ഒരു ലൈറ്റ് എനർജിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, ഒരു മിസ്സിങ്സ്, ലാക്ക്നെസ്, സെൻറ്റിമെൻറ്റ്സ്, സങ്കടം, അതിനൊക്കെ റിലീഫ് ആവാൻ വേണ്ടി. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം. അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ ഇമോഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നോ, എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ഫീലിങ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം. വരുന്നൊരു 7 to 14 days നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ആൻഡ് എന്ത് റിലീഫാണ്, എന്ത് ഒരു ഇൻസൈറ്റ് ആണ് നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ മൈൻഡിന്, നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അവിടെയാണ് ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സംഭവിക്കാം. ഓക്കെ, ഈ ഒരു ടൈമിൽ, ഈ ഒരു 7 to 14 days നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ വ്യക്തിക്കും ചില മാറ്റങ്ങൾ വിത്തൗട്ട് എനി ഫോഴ്സ്, വിത്തൗട്ട് മാനിഫെസ്റ്റിംഗ് ദം ബാക്ക് ഇൻ ടു യുവർ ലൈഫ്, നിങ്ങൾക്ക് ആ വ്യക്തിയിലും ആ ഒരു റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ടാണ്, എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾ ആദ്യം ആ ഒരു മാറ്റം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ മാറ്റം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങളിലാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അതാണ് നിങ്ങൾ സറൗണ്ടിങ്ങിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് സറൗണ്ടിങ്ങിൽ, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. അത് അത്ര വലിയൊരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ എനർജിയിൽ അവിടെ മാറ്റം സംഭവിച്ചു, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. സോ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, ബട്ട് ഒരിക്കലും നമ്മൾ അതിൽ
അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണ് പോവാതിരിക്കാം. നമ്മൾ മേലോട്ടാണ് കയറി വരേണ്ടത് അല്ലേ? നമ്മൾ വളരെ വേദന ഉണ്ടാക്കുന്നൊരു കാര്യത്തിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്ലേസിൽ വന്നു. ഓരോ ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോവുള്ളൂ അല്ലേ? നമ്മൾ മേലോട്ട് കയറി വരണം. അതിൻ്റെ ഒരു ഇൻറ്റൻസ്, ആ ഒരു പെയിനിൻ്റെ ഒരു ഇൻറ്റൻസ് നമ്മൾ കുറച്ച് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ അവിടെ വരുത്തണം. ഓക്കെ, സോ എല്ലാവരും റെഡിയാണോ? നമുക്കൊരു ക്യുക്കായിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം. എങ്ങനെ ഇതുപോലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഹീൽ ചെയ്യാം, എങ്ങനെ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം, എന്നിട്ട് അതിൽ സംഭവിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ നമുക്ക് റീകണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതുപോലെ ഇരിക്കാം. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഓക്കെ, ഇന്ന സ്ഥലം, ഇന്ന ടൈം ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തോന്നുകയാണ് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് തോന്നുകയാണ് ചെയ്യാം. ഓക്കെ, വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളൊരു സ്ഥലത്തിരിക്കുക. എന്നിട്ടൊരു ദീർഘശ്വാസം എടുക്കുക. ദീർഘശ്വാസം എടുത്ത് എക്സൈൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും, എല്ലാ ബേർഡൻസും ഒക്കെ ആ ഒരു ബ്രീത്തിൻ്റെ കൂടെ നിങ്ങൾ പുറത്തേക്ക് കളയുന്നത് പോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഒരു ബ്രീത്തും കൂടെ എടുക്കാം അല്ലേ? ടേക്ക് എ ഡീപ് ബ്രെത്ത് ത്രൂ യുവർ നോസ്. കുറച്ച് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വളരെ സ്ലോലി റിലീസ് ചെയ്യാം. വളരെ കാമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരാം. എന്നിട്ട് നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഏരിയയിൽ പ്ലേസ് ചെയ്യുക. മറ്റേ കൈ നിങ്ങളുടെ അടിവയറ്റിന് സെൻറ്ററായിട്ട്, അതായത് നിങ്ങളുടെ സാക്രൽ ഏരിയയിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക, സെൻട്രലായിട്ട്. ഓക്കെ, ലൈക്ക് ദിസ്. ഹോപ്പ് യു ക്യാൻ സീ മീ. ഓക്കെ, ഫീൽ ചെയ്യുക. നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്പർശനം ഫീൽ ചെയ്യാൻ പറ്റണം. ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടേതാണ്, ഹൃദയഭാഗത്ത് വെക്കുന്ന കൈ, നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വെക്കുന്ന കൈ നിങ്ങളുടേതാണ്. ആൻഡ് നിങ്ങൾ സാക്രൽ ഏരിയയിൽ വെക്കുന്ന കൈ ആ വ്യക്തിയുടെ ആണെന്ന് വിചാരിക്കുക. അതാരും ആവാം. ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഏത് കണക്ഷനോ ഏത് റിലേഷൻഷിപ്പോ ആരും ആവാം. ആൻഡ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടയ്ക്കൂ. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് ഒബ്സർവ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ബ്രീത്ത് കാമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബ്രീത്ത് മാത്രം ഒബ്സർവ് ചെയ്യുക. Just focus on my voice. Very good. ഇനി ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്ത് ഇമോഷൻസ് ആണോ, എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ്. നിങ്ങൾ ഫീൽ ചെയ്യല്ല. നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിന്, ഫീലിങ്സിന്, ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അനുഭവപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വേറൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുകയാണ്. ചില ആളുകൾക്കത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം, വളരെ സമാധാനം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ, ഇനി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷം റീകോൾ ചെയ്യാം. പെട്ടെന്ന് എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മൊമെൻറ്റ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഇനി അങ്ങനെ ഇല്ലേ? ഒബ്സർവ് ചെയ്യാം. ആ ഒരു ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു മൊമെൻറ്റ്സിൽ നിങ്ങൾക്ക് എങ്ങനെ അന്ന് ഫീൽ ചെയ്തു, നിങ്ങളെങ്ങനെ അന്ന് സ്നേഹിക്കപ്പെട്ടു, നിങ്ങളെ അന്ന് എങ്ങനെ നിങ്ങളെ കേൾക്കപ്പെട്ടു, നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടു, അത് അക്നോളജ് ചെയ്യപ്പെട്ടു, അത് അഡ്മയർ ചെയ്യപ്പെട്ടു, നിങ്ങൾക്ക് എത്ര ഒരു വാല്യൂ നിങ്ങളുടെ മേലെ തോന്നി, നിങ്ങൾക്ക് എത്ര സ്പെഷ്യലായിട്ട് തോന്നി. ഇതൊക്കെയാണ് നിങ്ങൾ ഈ സമയം റീകോൾ ചെയ്യേണ്ടത്, ഫീൽ ചെയ്യേണ്ടത്, റീകണക്ട് ചെയ്യേണ്ടത്. Very beautiful, right?
വളരെ ഇൻറ്റൻസ്, വളരെ സ്പെഷ്യൽ ഫീലിങ്സ്. ഇനി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ലെസൺ എന്താണ്? ഓരോ ആളുകളും നമ്മളെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ജീവിതത്തിൽ വരുന്നത്. ചില ആളുകൾ നമ്മളെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കും. ചില ആളുകൾ എന്ത് സ്നേഹമല്ല എന്നുള്ളത് പഠിപ്പിക്കും. ചില ആളുകൾ നമ്മളെങ്ങനെ സ്നേഹിക്കപ്പെടണം എന്നുള്ളത് പഠിപ്പിക്കും. ചില ആളുകൾ നമ്മൾ സ്വയം നമ്മളെങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് പഠിപ്പിക്കും. നമ്മളെങ്ങനെ സ്വയം വാല്യൂ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കും. നമ്മളെങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കും, അല്ലേ? എന്താണോ ആ വ്യക്തി നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ലെസൺ, ഏറ്റവും ആഴത്തിലുള്ള ലെസൺ എന്താണോ, റീകോൾ ചെയ്യുക. അതൊരു ദേഷ്യമോ വിഷമോ വെറുപ്പോ ഒന്നുമായിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. അത് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു ലെസൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ, അത് വേദനയോ സന്തോഷമോ ആയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അത്ര പ്രധാനമായിട്ടുള്ള ഒരു ലെസൺ തന്നിട്ടുണ്ട്, ഗുഡ് ഓർ ബാഡ്. ആ ലെസണാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വഴികാട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട, ആ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ ലെസൺ അതായിരുന്നു, ഈവൻ അത് വേദന ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും, റൈറ്റ്? അതാണ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സേ ടു ദം, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്ലോലി നിങ്ങൾ നിങ്ങളുടെ സാക്രൽ ഏരിയയിൽ വെച്ചിട്ടുള്ള കൈ പതുക്കെ നിങ്ങളുടെ ശരീരത്തിലൂടെ മൂവ് ചെയ്ത് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വെച്ചിട്ടുള്ള കൈയുടെ മേലെ പ്ലേസ് ചെയ്യാം. പതുക്കെ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഒരു കൈ മറ്റൊരു കൈ സ്പർശിക്കുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ആ വ്യക്തി നിങ്ങളുടെ കൈ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആ ഒരു സ്പർശനം വളരെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രസൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു റിലീഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് ക്ഷമിക്കാനും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാനും സാധിക്കുന്നുണ്ട്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. യു ആർ സെയിങ് ടു ദം, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഫീൽ ചെയ്യുക ഇത് അവർ നിങ്ങളടുത്ത് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളും ആയിട്ട്. ഐ എം സോറി, please forgive me, I thank you, I love you. ഈ സമയം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എനർജറ്റിക്കലി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രസൻസും ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസും വളരെ സ്ട്രോങ് ആയിട്ട് എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒന്നും ക്രേവ് ചെയ്യുന്നില്ല. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ കണക്റ്റഡ് ആണ്. ഈ ഒരു മൊമെൻറ്റിൽ പരസ്പരം നിങ്ങളുടെ ഇമോഷൻസ് രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ രണ്ടുപേർക്കും ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. ക്ലോസ് യുവർ ഐസ് വൺസ് അഗെയിൻ. ഒബ്സർവ് ചെയ്യുക. ആ വ്യക്തി നിങ്ങളോട് എന്തോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ വോയിസ്, ആ വ്യക്തിയുടെ ബ്രീത്ത്, ആ വ്യക്തിയുടെ ജസ്റ്റേഴ്സ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കേൾക്കുക, എന്താണ് ആ വ്യക്തി നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ ഒരു അത്ര കാലം നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം, വാക്കായിരിക്കാം, വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കാം, നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്?
ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് ബി ഇൻ ദാറ്റ് മൊമെൻറ്റ്. ആ സമയത്ത് എത്രമാത്രം അവിടെ നിങ്ങൾക്ക് എത്രമാത്രം നിൽക്കണോ അത്രമാത്രം നിങ്ങൾക്ക് നിൽക്കാം. ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഹോപ്പ് നിങ്ങൾക്ക് വളരെ ബെറ്ററായിട്ട് ഈ ഒരു സമയം ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ ആളുകളെ ലൈഫിൽ തിരിച്ച് കൊണ്ടുവരാതിരിക്കാം. ഇറ്റ് വോണ്ട് വർക്ക് ലൈക്ക് ദാറ്റ് ഗൈസ്. നമ്മൾ വീണ്ടും റോങ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ എഫേർട്ട് എനർജി നമ്മൾ കോംപ്ലിക്കേഷൻ ആവശ്യമില്ലാതെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇത് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വൈസായിട്ട് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഈവൻ ആ വ്യക്തി നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലെസൺ നിങ്ങളെ കൂടുതലൊരു ഇൻസൈറ്റ് തന്നിട്ടുണ്ടായിരിക്കണം അല്ലേ. എത്ര വേദനിപ്പിക്കുന്ന ഒരാളും നമുക്ക് എന്തോ ഒരു ഗ്രേറ്റ് ലെസൺ അവിടെ തരും. നമ്മളെങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതായിരിക്കാം, നമ്മൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി നമുക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള പേർപ്പസിലേക്ക് പോകണം, അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫിലേക്ക് പോകണം. അവരുടെ പേർപ്പസ് നമ്മുടെ ലൈഫിൽ കഴിയുന്ന സമയത്ത് നമ്മളും അവരും അവരുടെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കണം. റൈറ്റ്? അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തി നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരിക്കണം അല്ലേ. ആ വ്യക്തിക്ക് മാത്രം നമുക്ക് തരാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കണം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. റൈറ്റ്? അത് ആ വ്യക്തി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ഈ വ്യക്തിയെ കണ്ടു, എന്തിനു ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വന്നു, അതെൻ്റെതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഞാൻ വന്നു? ആ വ്യക്തി വന്നിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നോ? അങ്ങനത്തെ ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നോ? അങ്ങനത്തെ ഒരു റിയലൈസേഷൻ, അങ്ങനത്തെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നോ? നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുക. സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.